നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ലഫ്റ്റനന്റ് ജനറൽ ജെന്നി കരിഗ്നൽ കാനഡയുടെ പുതിയ പ്രതിരോധ മേധാവിയാകും. കനേഡിയൻ മിലിറ്ററിയുടെ ടോപ്പ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിതയാണ് ജെന്നി കരിഗ്നൽ. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ബുധനാഴ്ചയാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ പ്രൊഫഷണൽ ബിഹേവിയർ ആൻഡ് കൾച്ചർ മേധാവിയായി സേവനമനുഷ്ഠിക്കുന്ന കരിഗ്നൽ ഈ വേനൽക്കാലത്ത് വിരമിക്കാനിരിക്കുന്ന ജനറൽ വെയ്ൻ എറിയന് പകരമാകും സ്ഥാനമേൽക്കുക. ലഫ്റ്റനന്റ് ജനറൽ ജെന്നി കരിഗ്നലിന്റെ പുതിയ സ്ഥാനലബ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അവളുടെ കരിയറിൽ അവളുടെ അസാധാരണമായ നേതൃഗുണവും പ്രതിബദ്ധതയും സേവനത്തോടുള്ള അർപ്പണബോധവും കനേഡിയൻ സായുധ സേനയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാകുമെന്നും ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. കോടതി ഉത്തരവ് പാലിച്ചേ തീരുവെന്ന് ടൊറന്റോ പോലീസ്. പ്രോ പലസ്തീനിയൻ ക്യാമ്പുകൾ പൊളിച്ചു നീക്കിയേക്കും. ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ഫലസ്തീൻ അനുകൂല പ്രതിഷേധ ക്യാമ്പിലെ പ്രകടനക്കാർ സ്വമേധയാ ക്യാമ്പുകൾ നീക്കിയില്ലെങ്കിൽ കോടതി ഉത്തരവ് ബലമായി നടപ്പാക്കേണ്ടി വരുമെന്ന് ടൊറന്റോ പോലീസ് പ്രകടനക്കാർക്ക് ഉത്തരവ് നൽകി. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ അക്രമകാരികളോ യഹൂദവിരുദ്ധരോ ആണെന്നതിന് തെളിവില്ലെങ്കിലും സർവകലാശാലയ്ക്കുള്ളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അനുവദിക്കാൻ ആവില്ലെന്ന് ഓന്റാരിയോ സുപ്പീരിയർ കോർട്ട് ജസ്റ്റിസ് മാഗ്നസ് കോഹ്നൻ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഉയരുന്ന ഭവന നിർമ്മാണ ചെലവ് താങ്ങാനാവുന്നില്ല. പ്രവിശ്യകൾ മാറി പരീക്ഷിച്ച് കനേഡിയൻസ്. ഭവന നിർമ്മാണത്തിന്റെ ഉയർന്ന ചെലവ് രാജ്യത്തെ പുതിയ കുടിയേറ്റക്കാരിൽ 40% മറ്റൊരു പ്രവിശ്യയിലേക്കോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്കോ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് ഒരു പുതിയ സർവേ വെളിപ്പെടുത്തുന്നു. ആംഗസ് റീഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേയിൽ പ്രതികരിച്ചവർ തങ്ങളിപ്പോൾ താമസിക്കുന്ന പ്രവിശ്യ വിട്ടാൽ ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കുക ആൽബർട്ടയാവുമെന്ന് സാക്ഷ്യപ്പെടുത്തി. ടൊറന്റോയിലും വാൻകൂവറിലും താരതമ്യേന ജീവിത ചെലവ് ഏറി വരികയാണെന്നും നിർബാധം തുടരുന്ന കുടിയേറ്റം വിലസ്ഥിരതയും ജീവിത ചെലവിനെയും സാരമായി ബാധിക്കുന്നുണ്ടെന്നും സർവേയിൽ പങ്കെടുത്തവർ സാക്ഷ്യപ്പെടുത്തി. കാനഡ വിടേണ്ടി വന്നാൽ ഏതു രാജ്യമാകും തിരഞ്ഞെടുക്കുക എന്ന ചോദ്യത്തിന് അമേരിക്ക എന്ന ഉത്തരമല്ലാതെ മറ്റൊന്നും സർവേയിൽ മുഴങ്ങിക്കേട്ടില്ല. അമിതമായ ഹീറ്റ് എക്സ്പോഷർ. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഹീറ്റ് പമ്പുകൾ തിരിച്ചു വിളിച്ച് ഹെൽത്ത് കാനഡ. മാന, ഡെയ്കിൻ, ഗുഡ്മാൻ ബ്രാൻഡഡ് പമ്പുകളാണ് ഹെൽത്ത് കാനഡ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. കാനഡയിൽ ഇതേവരെ വിറ്റ 5590 പമ്പുകളാണ് ഹെൽത്ത് കാനഡ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമാംവിധം ചൂട് പുറന്തള്ളുന്നുവെന്ന കാരണത്താലാണ് തങ്ങൾ ഈ ഉൽപ്പന്നത്തിന്റെ വിപണനം തടയുന്നതെന്ന് ഹെൽത്ത് കാനഡ അതിന്റെ റിപ്പോർട്ടിൽ അറിയിക്കുന്നു. ട്രാഫിക്കിൽ കുടുങ്ങിയ ഐറിഷ് ഗായകൻ കാർ ഉപേക്ഷിച്ച് കാൽനടയായി പരിപാടിക്കെത്തി. ടൊറന്റോ ഡൗൺ ടൗൺ ട്രാഫിക്കിന് പണ്ടേ കുപ്രസിദ്ധമാണല്ലോ. എന്നാൽ ഇത്രത്തോളം ഭീകരമാണെന്ന് ഇന്നലെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പറയുന്നത് മറ്റാരുമല്ല, പ്രശസ്ത ഐറിഷ് ഗായകൻ നിയാൽ ഹൊറാൻ ആണ്. ഇന്നലെ വൈകി അദ്ദേഹം എത്തിച്ചേരേണ്ട സ്കോഷ്യ ബാങ്ക് അരീനയിലെ പരിപാടിയിലേക്കെത്താൻ കനത്ത ട്രാഫിക് തടസ്സമായപ്പോഴാണ് കാർ പാർക്കിങ്ങിൽ ഉപേക്ഷിച്ച് കാൽനടയായി പരിപാടിക്കെത്താൻ അദ്ദേഹം തീരുമാനിച്ചത്. അതുകൊണ്ടെന്താ, സമയത്തിന് പരിപാടി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജനുവരിയിൽ ന്യൂയോർക്കിനെയും മെക്സിക്കോ സിറ്റിയെയും പിന്തള്ളി ടൊറന്റോയെ നോർത്ത് അമേരിക്കയിലെ ഏറ്റവും തിരക്കുള്ള പട്ടണമായി ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.